നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫീച്ചർ ഫിലിമിനെ കുറിച്ചോ പുസ്തകത്തെ കുറിച്ചോ ഒന്നുമല്ല. ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ്. മലയാള സർവകലാശാലയിലെ 2ാം വർഷ ചലച്ചിത്ര പഠന വിദ്യാർത്ഥിയായ ഉജ്ജ്വൽ ചെയ്ത ദ ഗാംബിറ്റ് എന്ന ഷോർട്ട് ഫിലിം. സാധാരണ ഒരു സിനിമ പഠിക്കുന്ന കുട്ടി ചെയ്യുന്നത് കലാമൂല്യമുള്ള ഒരു സാധനം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ്. എന്നാൽ ആ ഒരു കൺസെപ്റ്റ് മുതൽ ഉജ്ജ്വൽ ഇവിടെ പൊളിച്ചെഴുതുകയാണ് ഗാംബിറ്റ് എന്ന് പറയുന്ന പക്ക കൊമേഴ്ഷ്യലൈസ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിലൂടെ. ഈ ഷോർട്ട് ഫിലിമിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പോകുന്ന ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് ഉജ്ജ്വൽ ഈ ഷോർട്ട് ഫിലിമിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ത്രില്ലർ മോഡിൽ കഥ പറഞ്ഞു പോകുന്ന ഗാംബിറ്റ് ഒരു നിമിഷം പോലും നമ്മെ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴ്ത്തുന്നില്ല. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിന്റെ ക്യാമറയാണ്. അതുപോലെ തന്നെ എഡിറ്റിംഗ്. എവിടെയാണ് കൃത്യമായി മുറിക്കേണ്ടത്, എവിടെയാണ് കൂട്ടിച്ചേർക്കേണ്ടത് എന്ന് ഈ സിനിമയുടെ എഡിറ്റർക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അടുത്തൊരു പോസിറ്റീവ്, ഈ സിനിമയുടെ മൂഡ് ഉയർത്തുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ച BGM തന്നെയാണ്. പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത് സർവകലാശാലയിലെ തന്നെ 2 അധ്യാപകരാണ്, സൂസൻ ടീച്ചറും ധിരാജ് മാഷും. സൂസൻ ടീച്ചർ ഒരു എഴുത്തുകാരിയുടെ വേഷത്തിലും ധിരാജ് മാഷ് ഒരു ഡിറ്റക്റ്റീവിന്റെ വേഷത്തിലും സിനിമയിലെത്തുന്നു. രണ്ടുപേരും ആദ്യമായാണ് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നതെങ്കിൽ പോലും അതിന്റെ യാതൊരു പതർച്ചയും ഇല്ലാതെ ആ കഥാപാത്രങ്ങളെ രണ്ടുപേരും അവരുടെ കൈക്കുള്ളിൽ ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ട്. ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും ഗോകുലും അംജദുമെല്ലാം അവരുടെ കഥാപാത്രങ്ങളെ ആത്മാർത്ഥമായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തൊരു പെൺകുട്ടിയുടെ റോള് ചെയ്യുന്നുണ്ട്. ആളുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ കുട്ടിയും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ദ ഗാംബിറ്റ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഓവറോൾ നോക്കുമ്പോൾ അരമണിക്കൂർ നമുക്ക് യാതൊരു വിരസതയും ഇല്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു അത്യുഗ്രൻ വർക്ക് തന്നെയാണ്. ഉജ്ജ്വലിന്റെ ഡയറക്ടർ ബ്രില്യൻസ് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്കുള്ള ബ്രില്യൻസ് അത് മനസ്സിലാക്കാൻ ഈ ഷോർട്ട് ഫിലിമിൽ ധിരാജ് മാഷിന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നോക്കിയാൽ മാത്രം മതി. സ്വയം അറിവുണ്ട് എന്ന് നടിക്കുന്ന എന്നാൽ അറിവില്ലാത്ത ഒരാളായി അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ 2 ഡിറ്റക്റ്റീവ് കഥാപാത്രങ്ങളെ തമ്മിൽ ഉജ്ജ്വൽ താരതമ്യം ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് നമുക്ക് ഈ ക്യാരക്ടർ എത്ര മൈന്യൂട്ടായി ഉജ്ജ്വൽ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെയാണ് ആസ് എ ഡയറക്ടർ, ആസ് എ റൈറ്റർ ഉജ്ജ്വലിന്റെ ഏറ്റവും വലിയ മേന്മ. അതുപോലെ സൂസൻ ടീച്ചർ വെടിയേറ്റ് വീഴുന്നൊരു സീനുണ്ട്. ആ ഒരു സീൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഉജ്ജ്വൽ എടുത്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ ഷോർട്ട് ഡിവിഷന്റെ കാര്യത്തിലും സിനിമാറ്റോഗ്രഫിയുടെ കാര്യത്തിലുമെല്ലാം ഗാംബിറ്റ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം നിലവാരം പുലർത്തുന്നത് തന്നെയാണ്. ഈ ഷോർട്ട് ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക്, പലയിടത്തും ഡബ്ബിങ് അത്ര നിലവാരം പുലർത്തിയില്ല.